ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ആണ് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഹോംഫർട്ടിൻ്റെ ഫ്രൂട്ട് പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഹോമിയോപ്പതിക് മെഡിസിനാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇതൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണേ. നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ പെട്ടെന്ന് കായ്ഫലം ഉണ്ടാകും, പെട്ടെന്ന് പൂക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇത് 5 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്താണേലും. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. നേരെ സന്ധ്യയോട് അടുക്കുന്നു കേട്ടോ. നമ്മൾ ഇന്ന് വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഫ്രൂട്ട്സ് പ്ലാന്റ് പരിചയപ്പെടാം. ഇപ്പോൾ കുറച്ച് ഭാഗത്തുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് ഞാൻ പറയാം. ബേറാപ്പിൾ നിൽക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ കംബോഡിയൻ മുന്തിരി. ഞാനൊരു ആർച്ച് പണിത വീഡിയോ ഇട്ടായിരുന്നു, അതിൻ്റെ അകത്തേക്ക് പടർത്താനാണ് കേട്ടോ എൻ്റെ ഉദ്ദേശം. കംബോഡിയൻ മുന്തിരി, പിന്നെ ഒരു 3 വെറൈറ്റി ചാമ്പയുണ്ട്, അതുപോലെ ഒട്ടുമാവ്, നെല്ലി, ഡ്രാഗൺ ഫ്രൂട്ട്, സ്റ്റാർ ഫ്രൂട്ട്, നമ്മുടെ ജപ്പോട്ടിക്ക പ്ലാന്റ്, വെസ്റ്റേൺ ചെറി, അതുപോലെ റംബൂട്ടാൻ, പിന്നെ 3-4 തരം പേര വെച്ചിട്ടുണ്ട് ഞാൻ. എല്ലാം പൂത്തു തുടങ്ങി കേട്ടോ ചെറുതിലെ തന്നെ. അതുപോലെ വെരിഗേറ്റഡ് സപ്പോട്ട ആദ്യമായിട്ട് ഒരെണ്ണം തന്നായിരുന്നു. പിന്നെ ഇതാ ഇപ്പോൾ നിറയെ കായ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇസ്രായേൽ അത്തി, അതുപോലെ ബുഷ് ഓറഞ്ച് ഇസ്രായേൽ അത്തിയൊക്കെ എപ്പോഴും കായ്ഫലം തരും കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം സീസണായിട്ടാണ് ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. പിന്നെ അബിയു പ്ലാന്റ് ആണെങ്കിൽ ഒരു വളർച്ച ഇച്ചിരി കുറവാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഫ്രൂട്ട് പ്ലസ് നമുക്കൊന്ന് ചോട്ടിൽ ഒഴിച്ചു നോക്കാം. എന്താണെങ്കിലും ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.